ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾക്ക് നെടുമ്പന പഞ്ചായത്തിലെ ഏറ്റവും വലിയൊരു പഞ്ചായത്താണ്. 1023 വാർഡും അതുപോലെ തന്നെ നല്ലൊരു കർഷകരെ സഹായിക്കുന്നൊരു കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരും അതിനേക്കാട്ടിലേറെ ബഹുമാനപ്പെട്ട കർഷകരുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതൊരു 3 ഏക്കറോളം ഡ്രാഗൺ ഫ്രൂട്ട് മാത്രം ചെയ്യുന്നൊരു കർഷകൻ്റെ ഫീൽഡിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അപ്പം നമുക്ക് കർഷകനെ പരിചയപ്പെടാം. സാറേ പേര് പറയണം സാറേ. സാർ ഇപ്പോൾ എത്ര നാളായി ഈ ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്തിട്ട്? ഇപ്പോൾ 20 മാസമായി. അപ്പോൾ ഇത് 20 മാസം കൊണ്ട് എത്ര പ്രാവശ്യം സാർ വിളവെടുത്ത് കഴിഞ്ഞു? ഇതിനിപ്പം 5 പ്രാവശ്യം വിളവെടുത്ത് കഴിഞ്ഞു. കഴിഞ്ഞ കൊല്ലം തന്നെ 5 പ്രാവശ്യം പിടിച്ചായിരുന്നു. ഇത് ഫുള്ള് റബ്ബറുള്ള സ്ഥലമല്ലായിരുന്നോ? റബ്ബറുള്ള സ്ഥലം. അപ്പോൾ സാർ മുറിച്ച് കളഞ്ഞതിന് ശേഷം ചെയ്തതാണോ ഇത്? അതെന്താ കാര്യം? എങ്ങനെ? റബ്ബറിനൊന്നും കിട്ടത്തില്ല, നഷ്ടമല്ലേ. റബ്ബറിന്റെ വരുമാനം കുറയുന്നത് കൊണ്ട് ഇതിൽ നിന്ന് ലാഭമുണ്ടോ സാറിന്? ലാഭമുണ്ട്. അപ്പൊ ഇപ്പം നമുക്ക് ഒരു വർഷം എത്ര വിളവൊക്കെ എടുക്കുന്നുണ്ട്? അതിപ്പോ അതിന്റെ നല്ല ഫുൾ എമൗണ്ട് ഈ വർഷം അറിയാനൊക്കത്തുള്ളൂ. ആണോ? ഇതുവരെ ജോലിക്കൂലിയുടെ ചെലവായിരുന്നോ പോയത്? അത്രയും ജോലിക്കൂലി ഉണ്ടല്ലോ ഇതിന്. ഉണ്ട്. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ എടുക്കുന്നത് ലാഭമാണോ? ലാഭമാണ്. പിന്നെ മുതൽ മുടക്ക് ധാരാളമില്ലേ. എന്നാലും സാറേ എത്ര പ്രാവശ്യം നമുക്ക് വിളവായിട്ട് കിട്ടും? ഒരു 3 ലക്ഷം രൂപയുടെ വരുമാനം നമുക്ക്. അല്ല സാറേ, നമ്മള് എത്ര പ്രാവശ്യമായിട്ടാണ് പിച്ചുന്നത്? അങ്ങനെയാ അല്ലേ? 5 പ്രാവശ്യമായിട്ട് പിടിച്ചത് സാർ കട്ട് ചെയ്തതാ? ഇതേപോലെ അന്ന് പിടിച്ചില്ലല്ലേ? പിടിച്ചില്ല. ആദ്യമൊക്കെ എങ്ങനെ തോനെ പിടിക്കുവോ അതോ? അല്ലല്ല, ഇപ്പഴാ പിടിച്ച് വരുന്നത്. ആദ്യം ഒരു തലപ്പിലൊക്കെ എത്ര മുട്ട് വീതം വരും? ശരിക്കും മുട്ടപ്പെടാന്ന് വരുന്നത്. സാറേ ഈ പുള്ളി, സാറേ ഈ കായൽ പുള്ളിയൊക്കെ വരുന്നതിനെല്ലാം മരുന്നടിക്കുന്നുണ്ടല്ലോ. എന്താ സാഫ് അടിക്കുവോ? സാഫ് അടിക്കുന്നുണ്ട്. അപ്പം ഇത് ഫുള്ള് എങ്ങനെയാ സാറേ? ജോലിക്കാരെങ്ങനെയാ നിൽക്കുന്നത്? സ്ഥിരമായിട്ട് ഇവിടെ തന്നെ ഉണ്ടോ? എന്തൊക്കെയാ വളം എന്തൊക്കെ ചെയ്യും? വളം പിന്നെ ചാണകപ്പൊടി, ആട്ടുംപുഴുക്ക, കോഴിവളം. ഓ, അങ്ങനെ എത്ര തവണയൊന്നും അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനൊന്നുമില്ല. ചിലപ്പോൾ 1 മാസം 1.5 മാസം കുടുംബം ചെയ്തേക്കെ തൊളി വിളവ് ഇതേപോലെ വേണമെങ്കിൽ. പിന്നെ വെള്ളം എങ്ങനെയായിരുന്നു? ഉണക്ക സമയത്ത് എങ്ങനെ പരിപാലിച്ചതിന്? പരിപാലിച്ചെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് സ്പ്രിംഗ്ലർ ഇട്ടിട്ടുണ്ട്. സ്പ്രിംഗ്ലർ ഇറിഗേഷൻ വഴി വെള്ളം കൊടുത്തോണ്ടിരുന്നതായിരുന്നു. അല്ല, അത് ഈ അടുത്ത കാലത്ത് റെഡി ആയത് തന്നെ. അതുവരെ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഉണങ്ങിയതായിരുന്നു. ഇന്നിപ്പോ മാറിയതാ. ഇല്ലെങ്കിൽ ഇതിൽ കൂടുതൽ വിളവ് കിട്ടിയാണ്. അപ്പൊ നല്ലതുപോലെ നമുക്ക് എപ്പോഴും പരിചരണം ഉണ്ടെങ്കിൽ നല്ല വിളവ് കിട്ടും അല്ലേ? ഒരു 4 പ്രാവശ്യം 5 പ്രാവശ്യം പിടിക്കും വിളവ് കിട്ടുന്നുണ്ട്. അതെ. കഴിയുമ്പോഴത്തേക്ക് അടുത്ത പൂ ഉടനെ പിന്നെ ഒരെണ്ണം പഴുത്ത് കഴിയുമ്പോൾ അടുത്ത പൂ വീഴും അല്ലേ? അല്ല, ഇതിലിപ്പോ ഓരോ പ്രാവശ്യം പിച്ചിട്ട് അടുത്തത് പിച്ചാൻ തരത്തിലാണ് പൂവായിരിക്കുന്നത് മൊത്തം. അതേപോലെ വളം ചെയ്യുന്നത് കണ്ടില്ലേ? മറ്റേ ചുവട്ടിൽ ഇത് കൊടുത്തിട്ടുണ്ട് കണ്ട. ഓഹോ, ഇത് കോഴിവളവും മറ്റേ മിക്സ് ഇതെന്ത് ഇട്ടേക്കുന്ന രാസവളം ഉണ്ടോ? മറ്റേ രാസവളം പൊട്ടാഷ്യം, മഗ്നീഷ്യം സാൾട്ടും. മഗ്നീഷ്യം സാൾട്ടും പൊട്ടാസ്യം കൂടെ കൊടുത്തിട്ടുണ്ട്. അത് മതി, അതിൽ കൂടെ ആവാൻ പാടില്ല. എന്നാൽ അത് കാ പിടിക്കുന്നതിനാ. ഇതൊരു 500 ഗ്രാമൊക്കെ ഒരു കാ വെയിറ്റ് വരുന്നുണ്ടല്ലേ? അപ്പോൾ ഒരു ചെടിയിൽ തന്നെ ഒരു 30 കായോളം വരുന്നുണ്ടോ? 30 ഉണ്ട്, 25 ഉണ്ട്, ചിലപ്പോൾ 35 ഉണ്ട്. 35 വരും അല്ലേ? അതെ. നമ്മളെ പരിചരണം എങ്ങനെ നല്ലതുപോലെ മാനേജ് ചെയ്താൽ നല്ല അല്ലേ? അതെ. ഫംഗസ് മാറി കിട്ടണം, അതാണ്. അപ്പം മരുന്ന് കൂടെ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങളെല്ലാം ഫീൽഡെല്ലാം കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കിയാണല്ലോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ കള എടുക്കാണ് സമയമായി അല്ലേ? എടുത്തിട്ടല്ലേ വളം ചെയ്യുന്നത്. അല്ല സാറേ, ചുവട്ടിലെ ചുറ്റിനുള്ളതോ? അത് ഇച്ചിരി കഴിഞ്ഞെടുത്താൽ വേസ്റ്റ് വന്നതെല്ലാം ഇതുപോലെ അസുഖങ്ങൾ വന്നതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അവർ സാഫ് അടിക്കുന്നുണ്ട്. നല്ലതുപോലെ ഈ ഫീൽഡ് അവർ പരിപാലിച്ച് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ലക്ഷങ്ങൾ തന്നെ വരുമാനം അവർക്ക് ലഭിക്കും. സാർ, ഇതിൻ്റെ വിപണനമൊക്കെ എങ്ങനെയാണ്? നമ്മുടെ മാർക്കറ്റ് ഉണ്ട്, ഇവിടെ വിപണിയുണ്ട്, ഇപ്പം വെളിയുണ്ട്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഫ്രൂട്ട് സ്റ്റാളാണോ? അല്ലല്ല, നമ്മളിപ്പം ഇതിൻ്റെ പറയാം, പിന്നെ വെളിയ മാർക്കറ്റ് നമ്മളെ ഇതിൻ്റെ കൃഷി VFCKയുടെ വെളിയത്തും കൊണ്ടുപോവോ? വെളിയത്ത് കൊണ്ടുപോകും. വീണൂർ വരും. പിന്നെ ഇവിടെ 7 അവിടെ 2 അടുത്തുണ്ട്. ഇതെങ്ങനെ ആര് കൊണ്ടുപോകും സാറേ? നിങ്ങൾ തന്നെ ട്രാൻസ്പോർട്ട് വണ്ടി ഉണ്ടോ? അപ്പോൾ 1 ലോഡ് സാധനമായിട്ട് പിക്കപ്പിലാണ് കൊണ്ടുപോകുന്നത് അല്ലേ? അപ്പോൾ മാർക്കറ്റിൽ നമ്മുടെ വിപണിയിൽ എത്ര സാധനം കൊടുക്കും?
അത് ഒരു വിപണിയിൽ 200 കിലോയൊക്കെ നമുക്ക് ലേലം പോകും. ബാലൻസ് നമ്മൾ അടുത്ത വിപണി കൊടുക്കും. ആ പിന്നെ ബാക്കി അത് വരുന്നത് നമ്മള് കടകൾക്ക് കൊടുക്കും. ഏതാ ഫ്രൂട്ട്സ് കടക്കാർ തന്നെ എടുക്കും. ആ നല്ല വില എങ്ങനെ കിട്ടുന്നുണ്ട്? വില അത് കടക്കാർക്കൊക്കെ കൊടുക്കുമ്പോൾ ഒരു 140 പ്രതീക്ഷിച്ചാൽ മതി. നമ്മളെ കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ അവർ അതിനാണ് എടുക്കുന്നത്. അല്ല, നമ്മൾ ഹോൾസെയിൽ കൊടുക്കുമ്പോഴത്തെ ആ വിലക്ക് കൊടുക്കും. ആ വിലക്ക് കൊടുക്കും. വിപണി എന്താ വില കിട്ടുന്നുണ്ട് നമുക്ക്? വിപണിയിലെന്ന് പറഞ്ഞാൽ പല രീതിയിലാണ്. ആ ലേലമാണോ? ലേലമാണോ പോകുന്നത്? 160, 170. ആ കിലോയ്ക്ക് പോകും. ഇന്നലെയൊക്കെ 180 പോയി. അപ്പൊ ഈ 2 കാ 1 കിലോയൊക്കെ വരുമല്ലോ? വരും. അപ്പൊ നമുക്ക് നഷ്ടം വരുന്നില്ല. നഷ്ടം വരത്തില്ല. വരത്തില്ല. അപ്പൊ ഫ്രൂട്ട്സ് ജോലിക്കൂലിയും കഴിച്ചിട്ട് നമുക്ക് മിച്ചമുണ്ട്, ലാഭമുണ്ട്. അപ്പൊ റബ്ബറിനേക്കാളും ലാഭം തന്നെ. അത് കുഴപ്പമില്ല. തരയില്ലാതെ പോകുന്നുണ്ട്. ഇതില് വേറെ ഇടയ്ക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വേറെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ നമ്മൾ? കൃഷിയെ തേനീച്ചപ്പെട്ടി വെക്കാനായിട്ടോ? അപ്പം ഇടയിൽ എപ്പോഴും വളം ചെയ്യാൻ കയറേണ്ടതുകൊണ്ട് വേറെ ഇടകൃഷികളൊന്നും നടക്കാത്തത് കൊണ്ട് തേനീച്ചപ്പെട്ടിക്ക് എങ്ങനെയാ, എവിടെ ഓർഡർ കൊടുത്തിട്ടുണ്ട്? നമ്മൾ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടാണോ അപ്ലൈ ചെയ്ത്? അവിടുത്തെ ട്രെയിനിങ് ക്ലാസ്സിന് തന്നെ ചെയ്തിട്ട് ഓർഡർ കൊടുത്തേക്കുക. അപ്പോൾ പരാഗണവും നടക്കും, തേനീച്ചയ്ക്ക് ആഹാരവും കിട്ടും അല്ലേ?